ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എ ഡ്രോപ്പ് ഓഫ് ചേഞ്ച്. ഇനി പറയാൻ പോകുന്നത് നേരത്തെ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷനാണ്. അതായത് സൈക്കോളജി ഒരു പോസിറ്റീവ് സയൻസ് ആണോ നോർമറ്റീവ് സയൻസ് ആണോ? നേരത്തെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പെൻഡിങ് വെച്ചിരുന്നു. അതിൻ്റെ ആൻസർ ഈ വീഡിയോയിലൂടെ കിട്ടുന്നതായിരിക്കും. പിന്നെ സൈക്കോളജിയുടെ മേജർ ഡിവിഷൻസ് ഏതൊക്കെയാണ്, സൈക്കോളജി നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം, പിന്നെ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്താണ്, അതിൻ്റെ ലിമിറ്റേഷൻ ഏതുവരെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് വരാം. സൈക്കോളജി ആസ് എ സയൻസ്. ഇപ്പോൾ സയൻസിൻ്റെ പ്രത്യേകത നമുക്കറിയാം. സയൻസ് എന്ന് പറയുന്നത് കൃത്യമായി ശേഖരിച്ചിട്ടുള്ള, അതായത് ഒബ്സർവ് ചെയ്ത് നമ്മൾ നിരീക്ഷിച്ച് തയ്യാറാക്കിയിട്ടുള്ള വസ്തുതകളെ ഒരു ചിട്ടയായ രീതിയിൽ അറേഞ്ച് ചെയ്ത് കിട്ടുന്നതെന്തോ അതിനെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. ആ കിട്ടുന്ന സംഭവം എന്ന് പറയുന്ന നോളജാണ്. ഈ നോളജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സയൻസ് എന്നുള്ളത്. സയൻസും ആർട്ടും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ആർട്ട് ചെയ്യാനായിട്ട് സ്കില്ല് വേണം. ഈ സ്കില്ല് നമുക്ക് എങ്ങനെ കിട്ടുന്നു? സ്റ്റഡിയിലൂടെ നമ്മൾ കൂടുതൽ പഠിച്ച്. ഇപ്പോൾ സംഗീതം എന്നൊക്കെ പറയുന്ന, മ്യൂസിക് എന്നൊക്കെ പറയുന്നത് ഒരു ആർട്ട് സബ്ജക്റ്റ് ആണല്ലോ. അത് നമുക്ക് എങ്ങനെ അതിനെ എൻഹാൻസ് ചെയ്യാം? നമ്മൾ കൂടുതൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പിന്നെ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും എങ്ങനെയാണ് അത് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നോക്കിയാൽ സൈക്കോളജിയും ഒരു രീതിയിൽ ആർട്ടാണ്. കാരണം അതിനെ നമുക്ക് സ്റ്റഡീസിലൂടെയും പ്രാക്ടീസിലൂടെയും എക്സ്പീരിയൻസിലൂടെയും കൂട്ടാവുന്നതേ ഉള്ളൂ. മോഡേൺ സൈക്കോളജിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോളജ് എന്ന് മാത്രമല്ല, ആസ് എ സിസ്റ്റമൈസ്ഡ് നോളജ് എന്നാണ്. നമ്മൾ റിസർച്ചിലൂടെ നമുക്ക് നേടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡ്സിലൂടെ, അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ സയൻറ്റിഫിക് മെത്തേഡ്സിലൂടെയാണ് ഇന്ന് സൈക്കോളജിയുടെ പല തിയറീസും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സിസ്റ്റമൈസ്ഡ് നോളജാണ് സൈക്കോളജി എന്നും പറഞ്ഞാലും അതിലൊരു അതിശയോക്തിയില്ല. ഇനി മോഡേൺ സൈക്കോളജിയെ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സയൻസ് സബ്ജക്റ്റാണ്. കാരണം സയൻസ് സബ്ജക്റ്റിനേക്കാൾ ഒന്നും കൂടെ മോഡിഫൈ ചെയ്താൽ അതൊരു പോസിറ്റീവ് സയൻസ് ആണ്. പോസിറ്റീവ് സയൻസ് നിങ്ങൾ കേട്ടിട്ടുള്ളൊരു ടേം ആയിരിക്കില്ല. അതെന്താണെന്ന് ഞാനൊന്ന് പറയാം. പോസിറ്റീവ് സയൻസിൻ്റെ പ്രത്യേകത ഇതൊക്കെ ആയിരിക്കും. അതൊരു തിയററ്റിക്കൽ സബ്ജക്റ്റ് ആയിരിക്കും. അതുമാത്രമല്ല, നമുക്ക് സൈക്കോളജിയിൽ രണ്ട് ബ്രാഞ്ചസ് ഉണ്ട്. ഒന്ന് പ്യുവർ സൈക്കോളജിയും അപ്ലൈഡ് സൈക്കോളജിയും. ഇതിൽ പ്യുവർ സൈക്കോളജിയുടെ പ്രത്യേകതയാണ് അത് തിയറീസാണ്, ഫുൾ തിയറീസും പ്രിൻസിപ്പിൾസും ആണ് അതിനായിട്ട് ഡീൽ ചെയ്യുന്നത്. ഈ തിയറീസും പ്രിൻസിപ്പിൾസും നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ അതിനെയാണ് അപ്ലൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ആസ്പെക്റ്റും സൈക്കോളജിക്കുണ്ട്. അതുകൊണ്ട് അതൊരു പ്യുവർ പോസിറ്റീവ് സയൻസ് ആണ്. അതുമാത്രമല്ല, നമ്മൾ ഏതൊരു തിയറി പറഞ്ഞാലും അതിൻ്റെ ഒരു കോസും എഫക്റ്റും സൈക്കോളജിയിൽ നമ്മൾ പറയാറുണ്ട്. പിന്നെ ഇതിലെ ഹിയേഴ്സ്, അതായത് യശശരീരി അല്ലെങ്കിൽ മിത്സ്, നമ്മൾ കേൾവിയുള്ള കാര്യങ്ങൾ, ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാറില്ല. സയൻറ്റിഫിക്കലി പ്രൂവൺഡ് ആയിട്ടുള്ള കാര്യം മാത്രമേ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് അതൊരു പോസിറ്റീവ് സയൻസ് ആണ്. പിന്നെ അതുമാത്രമല്ല, എക്സ്പെരിമെൻറ്റ്സും റിസർച്ചും ഇതിലൂടെ ആണ് നമ്മൾ ഫാക്ട്സും പ്രിൻസിപ്പിൾസും എല്ലാം കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റാൻ സാധ്യതയില്ല. പിന്നെ അതുമാത്രമല്ല, ഇതിൻ്റെ ഫാക്ട്സും ലോസും പ്രിൻസിപ്പിൾസും എല്ലാം തന്നെ ഈ ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കാലിറ്റി ഉള്ളതായിരിക്കും. ഏത് ലോകത്തിലുള്ള എന്ത് കാര്യത്തിലേക്ക് നമുക്കെടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് സൈക്കോളജിക്ക് ഉള്ള സ്ഥിതിക്ക് ഇതിനെ നമുക്കൊരു പോസിറ്റീവ് സയൻസ് എന്ന് പറയാം. പോസിറ്റീവ് സയൻസിൻ്റെ പ്രത്യേകതകളും ഇതൊക്കെ തന്നെയാണ്. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇനിയും നമ്മുടെ ആ ഒരു പ്രശ്നം ഇവിടെ തീർന്നിട്ടില്ല. നമ്മൾ സൈക്കോളജിയെ ഫിസിക്സും കെമിസ്ട്രിയും പോലെ ഒരു അഡ്വാൻസ്ഡ് സയൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കാരണം ഈ അഡ്വാൻസ്ഡ് സയൻസ് എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന് അയാളുടെ സബ്ജക്റ്റിലുള്ള എന്ത് ചോദ്യത്തെക്കുറിച്ച് ചോദിച്ചാലും ചിലപ്പോൾ ഉത്തരം പറയാൻ പറ്റണമെന്നില്ല. പക്ഷേ ഒരു ഫിസിസ്റ്റിനോടോ കെമിസ്റ്റിനോടോ അയാളുടെ സബ്ജക്റ്റിലുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചോദിച്ചാൽ അയാൾക്ക് അത് മുഴുവനായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ സൈക്കോളജിയുടെ പ്രശ്നം അങ്ങനെയാണ്, ചില കാര്യങ്ങൾക്കൊരു എൻഡില്ല, ഒരു കൺക്ലൂഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ ഒരു അഡ്വാൻസ്ഡ് സയൻസ് എന്ന് പറയാനായിട്ടില്ല. ഓക്കെ, ഇപ്പോൾ സൈക്കോളജി ഇസ് നോട്ട് എ പോസിറ്റീവ് സയൻസ് like physics or chemistry, but it is not fully developed. Because it's not fully developed എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്താ പറയുക, ഫിസിക്സും കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സയൻസ് തന്നെയാണ്. അത്രയും പോസിറ്റിവിറ്റി ആർക്കില്ല, സൈക്കോളജിക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് സയൻസ് ആണെന്ന്. ഇപ്പോൾ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ സൈക്കോളജിക്ക് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് അടുത്ത കാറ്റഗറി ഒന്ന് നോക്കാം, നോർമറ്റീവ് സയൻസ്. ഈ നോർമറ്റീവ് സയൻസ് ആണോ നോക്കാം. നോർമറ്റീവ് സയൻസിന് എക്സാമ്പിളാണ് ഫിലോസഫി, ലോജിക്, എത്തിക്സ്, അതൊക്കെ. കാരണം എന്തെന്ന് വെച്ചാൽ അതിൽ നടക്കുന്ന പഠനങ്ങൾ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിരിക്കും, പിന്നെ എക്സാക്റ്റ് ആയിരിക്കും. സോ ഇത് നമുക്ക് പറയാൻ പറ്റുന്നത്, എൻ്റെ സ്റ്റഡീസ് കുറച്ചുകൂടി ആക്യുറേറ്റും പിന്നെ ഭയങ്കര എക്സാക്റ്റും ആയിരിക്കും. അതാണ് നോർമറ്റീവ് സയൻസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിലും സൈക്കോളജിയെ പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു നോർമറ്റീവ് സയൻസും അല്ല പോസിറ്റീവ് സയൻസും അല്ല, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണെന്ന് ചോദിച്ചാൽ അതും പറ്റില്ല. അപ്പോൾ നമുക്ക് സൈക്കോളജി ഏത് കാറ്റഗറിയിൽ പെടുത്താമെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഡെവലപ്പിംഗ് പോസിറ്റീവ് സയൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സൈക്കോളജിക്കുണ്ട്. നമ്മൾ പോസിറ്റീവ് സയൻസിൻ്റെ ഒരു 5 ഫീച്ചേഴ്സ് പറഞ്ഞായിരുന്നു. ഈ 5 ഫീച്ചേഴ്സും സൈക്കോളജിക്കുണ്ട്. പക്ഷേ എന്താണ് അതിൻ്റെ പ്രശ്നം? നമ്മൾ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ അതിനൊരു എൻഡ് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് അൺസെറ്റിൽഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇപ്പോഴും സൈക്കോളജിയിലുണ്ട്. അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡെവലപ്പിംഗ് പോസിറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈക്കോളജിക്ക് ചില പോരായ്മകളുണ്ട്. അത് ഇപ്പോഴും ഡെവലപ്മെൻറ്റിലൂടെ അതെല്ലാം നീക്കം ചെയ്യാനായിട്ടുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ഇഷ്യൂസ് വരുമ്പോഴാണ് നമുക്ക് എന്തുകൊണ്ടാണ് പെർവേഷൻ ഉണ്ടാകുന്നതെന്ന് ആലോചിക്കുന്നത്. അപ്പോൾ അതും ക്ലിയർ ചെയ്ത്, അതായത് നമ്മൾ ചില ആൾക്കാരുടെയൊക്കെ ഒരു മാനസിക നില നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും എന്തുകൊണ്ടാണത് സൈക്കോളജിയിൽ മാത്രമായിട്ട് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു സൈക്കോളജിക്ക് ഇപ്പോഴും ഒരു ഗ്യാപ്പുണ്ട്. അതിൻ്റെ എല്ലാ തിയറീസും കൊണ്ട് മാത്രം ഈ ലോകത്തുള്ള എല്ലാവരുടെയും പ്രോബ്ലംസ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പ്രോബ്ലംസ് കിട്ടുന്ന അനുസരിച്ച് സൈക്കോളജിയെ വളർത്താനായി റിസർച്ചേഴ്സും എഡ്യൂക്കേറ്റേഴ്സും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതൊരു ഡെവലപ്പിംഗ് പോസിറ്റീവ് സയൻസാണ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ. ഇനി ഈ ഒരു ഫീൽഡിൽ ഒരുപാട് സ്റ്റഡീസൊക്കെ നടത്തുന്നുണ്ട്. കഴിഞ്ഞ കുറേ സെഞ്ച്വറീസിലായിട്ട് ഒരുപാട് സ്റ്റഡീസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ആധാരത്തിൽ നമുക്ക് പറയാൻ പറ്റും ഇതൊരു ഡെവലപ്പിംഗ് സയൻസാണ്. ഇതിനകത്തുള്ള കുറേ ഇൻഫർമേഷൻസ് ഗെയിൻഡ് ആയിട്ട് വരുന്ന ഒരു ഡെവലപ്പിംഗ് സയൻസാണ്, അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് പോസിറ്റീവ് സൈനാണ് സൈക്കോളജി എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തതായി നമുക്ക് നോക്കുന്നത് ബിഹേവിയറിൻ്റെ 3 ആസ്പെക്റ്റാണ്. അതിൽ ആദ്യത്തെ ആസ്പെക്റ്റിനെ നമുക്ക് മോട്ടോർ ആക്ടിവിറ്റീസ് എന്നും രണ്ടാമത്തേനെ കൊഗ്നിറ്റീവ് ആക്ടിവിറ്റി എന്നും പറയാം. അതായത് ഈ മോട്ടോർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം മോട്ടോർ ആക്ടിവിറ്റീസ് ആണ്. ഇപ്പോൾ വാക്കിംഗ്, ഡാൻസിങ്, സ്വിമ്മിങ്. ഇനി കൊഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ റിലേറ്റഡ് ആണ്. തിങ്കിങ്, റീസണിങ്, ഇമേജിങ് ഇതൊക്കെ നമുക്ക് ഒരുപാട് ബ്രെയിനിൻ്റെ ഒരുപാട് സഹായം വേണ്ടതാണ്. ഒരുപാട് നമ്മൾ തല പുകഞ്ഞ് ആലോചിക്കുമ്പോഴാണ് നമുക്ക് പലതും ചിന്തിക്കാനും അതിനെല്ലാം മാനസികമായിട്ട് അപ്രോച്ച് ചെയ്യണം, നമ്മുടെ മനോനില കൂട്ടാനും അല്ലെങ്കിൽ നമുക്ക് സങ്കല്പിക്കാനും ഒക്കെ കഴിയുന്നത്. ഇനി വേറൊരു കാറ്റഗറി കൂടെ ഉണ്ട് വിട്ടുപോയത്, അഫക്റ്റീവ് ആക്ടിവിറ്റീസ്. അഫക്റ്റീവ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസാണ്. നമുക്ക് ചിലപ്പോൾ സങ്കടം വരാറുണ്ട്, സന്തോഷം വരാറുണ്ട്, ദേഷ്യം വരാറുണ്ട്. അതായത് കോൺഷ്യസ് അൺകോൺഷ്യസ് ആക്ടിവിറ്റിയാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ ബിഹേവിയർ എന്ന് പറയുന്നത്. എല്ലാ അൺകോൺഷ്യസും സബ് കോൺഷ്യസ് ആക്ടിവിറ്റി നമുക്ക് ബിഹേവിയർ എന്ന് പറയാനായിട്ട് കഴിയും. ഇപ്പോൾ ഇത്രയാണ് ബിഹേവിയറിനെ കുറിച്ച് പറയാനുള്ളത്. ബിഹേവിയർ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഓർഗാനിസത്തിൻ്റെ, ഒരു ജീവിയുടെ എല്ലാ ഫങ്ഷനിങ്ങും അതിൻ്റെ ബിഹേവിയറാണ്. എല്ലാ മോട്ടോർ ആക്ടിവിറ്റീസും അതിൻ്റെ ബിഹേവിയറാണ്. നമ്മുടെ എൻ്റർ ലൈഫിൽ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും എക്സ്പീരിയൻസിനെയും നമുക്ക് ബിഹേവിയർ എന്ന് പറയാം. ഇനി ബിഹേവിയറിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്താൽ, നമ്മൾ ചെയ്യണ കുറേ ആക്ടിവിറ്റീസിനെ കാറ്റഗറൈസ് ചെയ്താൽ, ഒന്ന് മോട്ടോർ ആക്ടിവിറ്റീസ് ഉണ്ട്, കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് ഉണ്ട്, അഫക്റ്റീവ് ആക്ടിവിറ്റീസ് ഉണ്ട്. മോട്ടോർ എന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കലി ദേഹം അനങ്ങി ചെയ്യുന്ന എല്ലാ പരിപാടികളും മോട്ടോർ ആക്ടിവിറ്റീസാണ്. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധി കൂടുതൽ, കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ബ്രെയിൻ റിലേറ്റഡ് ആണ്. കൊഗ്നിറ്റീവ് ചെയ്യുന്നത് ബ്രെയിനാണ്. അപ്പോൾ അത്രയധികം ബ്രെയിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ആവശ്യം എന്തൊക്കെയാണ്? തിങ്കിങ് വേണം, റീസണിങ് വേണം, ഇമേജിനിങ് വേണം. അതേസമയം നമ്മൾ ദേഹം അനങ്ങിയുള്ള പരിപാടികളൊക്കെ അല്ലേ, ഇപ്പോൾ തുണി കഴുകുക, പാത്രം കഴുകുക, അതിനൊന്നും നമുക്ക് ബ്രെയിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. നമ്മൾ ഫിസിക്കലി നമ്മുടെ ബോഡി മാത്രം ഒന്ന് അനങ്ങിയാൽ മാത്രം മതി. പക്ഷേ ഒരു അസൈൻമെൻറ്റ് എഴുതുക, ഒരു കവിത എഴുതുക, അപ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിക്കും, ഒരുപാട് കോൺസെൻട്രേഷൻ വേണം. നമ്മളെ തലയൊക്കെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ പുകഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി അഫക്റ്റീവ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും, സങ്കടം വരും. അതൊക്കെ നമ്മുടെ ഇമോഷൻസാണ്. അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസിൽ, അൺകോൺഷ്യസിൽ നടക്കുന്ന ആക്ടിവിറ്റീസിനെയും നമുക്ക് ബിഹേവിയർ എന്ന് പറയാം. ഇങ്ങനെ പല ഡെഫിനിഷനുണ്ട് ഇതിന്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മേജർ ഡിവിഷൻസ് ഓഫ് സൈക്കോളജി. അത് പെട്ടെന്ന് തന്നെ ഞാൻ പറയാം. നമുക്ക് സൈക്കോളജി 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പ്യുവർ സൈക്കോളജി, മറ്റൊന്ന് അപ്ലൈഡ് സൈക്കോളജി. പ്യുവർ സൈക്കോളജി പറയുന്ന പോലെ തന്നെ ഒരു റിസർച്ച് ഡിസൈപ്പിളാണ്. എന്ന് വെച്ചാൽ ഈ സൈക്കോളജിക്കകത്ത് ഒരുപാട് ഫണ്ടമെൻ്റൽ റൂൾസും പ്രിൻസിപ്പിൾസും തിയറീസും ഉണ്ട്. എന്തിനെക്കുറിച്ച്? ബിഹേവിയറിനെ കുറിച്ച്. നോർമൽ അഡൽട്ട്സിൻ്റെ ബിഹേവിയറിനെ കുറിച്ച് പ്രതിനിധീകരിക്കുന്ന ഒരുപാട് പ്രിൻസിപ്പിൾസും തിയറീസും ഉണ്ട്. ഇതിനെയാണ് പ്യുവർ സൈക്കോളജി എന്ന് പറയുന്നത്. ഈ പ്യുവർ സൈക്കോളജിയുടെ ഡിവിഷൻസ് ആണ് ജനറൽ സൈക്കോളജി, അബ്നോർമൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, എക്സ്പെരിമെൻ്റൽ സൈക്കോളജി, ഫിസിയോളജിക്കൽ സൈക്കോളജി. ഇതിൽ ജനറൽ സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ ആ റൂൾസും പ്രിൻസിപ്പിൾസും തിയറീസും ഒക്കെ വരുന്നത്. അബ്നോർമൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ അബ്നോർമലായിട്ടുള്ള മാനസിക നില തെറ്റിപ്പോയ ആൾക്കാരുടെ മനഃശാസ്ത്രം, അതാണ് അബ്നോർമൽ എന്ന് പറഞ്ഞാൽ. സോഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആൾക്കാരെ സൊസൈറ്റിയിൽ ഇടപെടുന്ന രീതി, അതിനെക്കുറിച്ച് പറയുന്നതാണ് സോഷ്യൽ സൈക്കോളജി. നമുക്കറിയാലോ, അപ്പോൾ
ചില ആൾക്കാരുമായിട്ട് നമ്മൾക്ക് അധികം അടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഏത് സ്വഭാവമുള്ള ആൾക്കാരുമായിട്ടാണ് കൂടുതൽ അടുക്കാൻ പറ്റാത്തത്, അവരുടെ സ്വഭാവത്തിന് കാരണം അങ്ങനെ ആയത് എങ്ങനെയാണ്, അത് എങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സോഷ്യൽ സൈക്കോളജിയിൽ പറയുന്നത്. എക്സ്പെരിമെൻ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സൈക്കോളജിക്കൽ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ലബോറട്ടറിയിലൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ശാസ്ത്രീയപരമായിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയിൽ പറയുന്നത്. ഇനി ഫിസിയോളജി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ജീവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ബയോളജിക്കലായിട്ടുള്ള ഫാക്ട്സും അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഫാക്ട്സുമാണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പ്രതിനിധാനം ചെയ്യുന്നതാണ് ഫിസിയോളജിക്കൽ, അതായത് നമ്മുടെ ബോഡി റിലേറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ ഫിസിയോളജി റിലേറ്റഡ്, അതാണ് ഫിസിയോളജിക്കൽ സൈക്കോളജി. ഇനി അപ്ലൈഡ് സൈക്കോളജി ഇതിൽ നിന്ന് നമുക്ക് പറയാമല്ലോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം പ്രിൻസിപ്പിൾസും തിയറീസും ഫാക്ടേഴ്സുമാണ്. ഇതിനെ നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് കടമെടുക്കുകയാണ്. ഇപ്പോൾ എഡ്യൂക്കേഷനിലെ ഒരു പ്രോബ്ലത്തിനെ പരിഹരിക്കാനായിട്ട് മിലിറ്ററിയിലെ അല്ലെങ്കിൽ പൊളിറ്റിക്കലിലെ, ക്ലിനിക്കലിലെ, സെല്ലിംഗ്, കൗൺസിലിങ്ങിലെ, ഇതൊക്കെ ആക്ച്വലി വേറെ വേറെ മേഖലകളാണ്. അപ്പോൾ വേറെ വേറെ മേഖലയിലേക്ക് നമ്മൾ ഈ സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസ് എടുത്തുപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം മിലിറ്ററി സൈക്കോളജി, അതായത് ഈ മിലിറ്ററിയിലൊക്കെയുള്ള ഈ ആർമി ഫോഴ്സസ് അവരുടെയൊക്കെ ഒരു സൈക്കോളജിയാണ് അതിൽ പറയുന്നത്. ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കൽ റിലേറ്റഡ് ആണ്. പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ പൊളിറ്റീഷ്യൻസിൻ്റെ ആ ഒരു ഇതും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇനി കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ അഡ്വൈസിങ്, തെറാപ്പി, മെഡിറ്റേഷൻ, അത് മനസ്സിനെ എങ്ങനെയാണ് ഒരു ട്രോമയിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് കാര്യങ്ങളെല്ലാം സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം തന്നെ സൈക്കോളജിയുടെ അപ്ലൈഡ് ബ്രാഞ്ചസ് ആണ്. അപ്പോൾ ഇതാ രണ്ടുമാണ് ഇതിനകത്ത് നമ്മൾ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ നോക്കേണ്ട ഒരു അപ്ലൈഡ് സൈക്കോളജി ഈസ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. കാരണം നമ്മുടെ പേപ്പർ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ് ഈസ് അവർ കൺസേൺ. അതിനെക്കുറിച്ചാണ് നമ്മൾ മേജറായിട്ട് ഇനി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി അറിയാമല്ലോ, അപ്ലൈഡ് സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മുടെ ബിഹേവിയറിന് ചേഞ്ച് ഉണ്ടാകുന്നത്, നമുക്ക് എന്താണ് എഡ്യൂക്കേഷനിൽ നടക്കുന്നത്, ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്, അതാണല്ലോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഒരു എഡ്യൂക്കേഷണൽ എൻവയോൺമെൻറ്റ് വേണം, അതിനകത്ത് ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതോടുകൂടി അവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ ബിഹേവിയറിന് ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്? ഒരുപാട് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസിൻ്റെ, തിയറീസിൻ്റെ, ടെക്നിക്സിൻ്റെ ഒക്കെ സഹായത്തിലാണ് ഈ പറഞ്ഞ ചേഞ്ചസ് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷനിലുള്ള ഒരുപാട് പ്രശ്നങ്ങളെ പരിഹരിക്കാനായും എഡ്യൂക്കേഷണൽ സൈക്കോളജി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ അതിനെ സഹായിക്കുന്ന രീതിയിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ഒരു ടീച്ചറിനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഹെൽപ്പോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലേണറിൻ്റെ നേച്ചർ, അയാളുടെ ആറ്റിറ്റ്യൂഡ്, അപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒരു കുട്ടിയുടെ സ്വഭാവം എങ്ങനെയാണ്, ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്. നമ്മൾ ചില കുട്ടികളെക്കുറിച്ച് പറയാറില്ലേ, ചില ടീച്ചേഴ്സൊക്കെ പറയാറുണ്ട് അസൈൻമെൻറ്റ് കുറച്ചുകൂടി നോക്കി എഴുതരുത്, അല്ലെങ്കിൽ ഇങ്ങനെ വേണം അങ്ങനെ വേണം. ചില കുട്ടികളാണെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കില്ല, നമ്മൾ പറയുന്നത് പോലെ കേൾക്കില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്, അവനോട് കൂടുതൽ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ടീച്ചേഴ്സിനെ മനസ്സിലാക്കാൻ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലൂടെ മനസ്സിലാവും. ഇനി കുട്ടികൾക്ക് അഭിരുചി ഉണ്ടായിരിക്കും, ചില ആൾക്കാർക്ക് പാടാൻ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രസംഗിക്കാനൊക്കെ കഴിവുണ്ടായിരിക്കും. അപ്പോൾ അത് അവരിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തെങ്കിലും കോമ്പറ്റീഷൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ടോ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മളെ സഹായിക്കാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസാണ്. ഒരു ടീച്ചറിന് വളരെയധികം തന്നെ ഹെൽപ്ഫുൾ ആയിരിക്കും ഒരുപക്ഷെ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒരു കുട്ടിയുടെ മനോനില മനസ്സിലാക്കാനായി വളരെയധികം തന്നെ സഹായിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ്. അതായത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ലിമിറ്റേഷൻസിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷനിലുള്ള ഒരുപാട് പ്രോബ്ലംസിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സ്കോപ്പിനകത്ത് പറയുന്നത് 4 മേജർ എലമെൻറ്റ്സാണ് ഒരു ഫോർമൽ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് ഉള്ളത്. ഒന്ന് ചൈൽഡ്, ടീച്ചർ, ലേണിംഗ് എക്സ്പീരിയൻസ്, ലേണിംഗ് പ്രോസസ്സ്, ലേണിംഗ് എൻവയോൺമെൻറ്റ്. ഇതാണ് അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. സ്കോപ്പ് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ റേഞ്ച് ഓഫ് ആക്ഷൻ ഇൻ സോൾവിങ് പ്രോബ്ലംസ് ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനകത്തുണ്ടാവുന്ന പ്രോബ്ലംസിനെ നമുക്ക് എത്രത്തോളം സോൾവ് ചെയ്യാൻ കഴിയും, അതിൻ്റെ സാധ്യത, അതാണ് പറയുന്നത്. അതായത് എഡ്യൂക്കേഷൻ്റെ ലിമിറ്റേഷനെ കുറിച്ചാണ് പറയുന്നത്. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്ന
ഒരു സബ്ജക്റ്റിന് എഡ്യൂക്കേഷൻ്റെ എത്രത്തോളം പ്രശ്നങ്ങളെ നീക്കാനായി കഴിയുമെന്നുള്ളതാണ്. നമുക്കറിയാം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സൈക്കോളജി വളരെയധികം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂൾ എഡ്യൂക്കേഷനിൽ 5 ഫാക്ടേഴ്സാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിൽ ആദ്യത്തെ ഫാക്ടർ കുട്ടിയാണ്. കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരുപാട് ഇന്നേറ്റ് പൊട്ടൻഷ്യൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന രീതിയിലുള്ളൊരു വിദ്യാഭ്യാസം കൊടുക്കുക, എല്ലാവർക്കും അവരുടെ പൊട്ടൻഷ്യൽസ് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരേപോലെ കൊടുക്കുക. പിന്നെ കുട്ടിക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തത് അവൻ്റെ ടേസ്റ്റ് ആറ്റിറ്റ്യൂഡ് എല്ലാം മനസ്സിലാക്കി വേണം ആക്ടിവിറ്റീസ് കൊടുക്കാനായിട്ട്. അപ്പോൾ പാട്ട് പാടാൻ അറിയാവുന്നൊരു കുട്ടിക്ക് ഡാൻസ് കോമ്പറ്റീഷനിൽ നിർബന്ധിച്ച് ചേർത്താൽ അവൾക്ക് അല്ലെങ്കിൽ അവന് നേരെ പെർഫോം ചെയ്യാൻ കഴിയണമെന്നില്ല. അപ്പോൾ അവനിലുള്ള കഴിവേതോ അത് ബന്ധപ്പെട്ടിട്ട് അവനെ പഠിക്കാനായി അല്ലെങ്കിൽ അവനെ ഉയരാനായി സഹായിക്കുക. അപ്പം നമ്മൾ സ്ഫടികം എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതിലെ ക്യാരക്ടറിന് മാത്സിനോടല്ലായിരുന്നു താല്പര്യം, എൻജിനീയറിങ്ങിനോടായിരുന്നു. അവന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഓരോ കാര്യങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്യാനും ഉണ്ടാക്കാനും ഒക്കെ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ആ ഒരു സ്റ്റോറിയിൽ അവൻ്റെ ഫാദർ അവനെ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ അവൻ്റെ ഫ്യൂച്ചർ വേറെ രീതിയിലായിരിക്കണം. അപ്പോൾ കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കി തന്നെ അവരെ സഹായിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈ ഒരു രീതിയിലാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. എഡ്യൂക്കേഷണൽ സൈക്കോളജി എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ നേച്ചർ മനസ്സിലാക്കാൻ അത് നമ്മൾ ഒരുപാട് സഹായിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാനൊരു പക്ഷേ ഇതിലൂടെ കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി വിറ്റ്മാൻസ് ക്ലിനിക് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, 1990s കൊണ്ടുവന്നതാണ്. അതെന്തിനാന്ന് വെച്ചാൽ കുട്ടികളുടെ ഈ ബിഹേവിയറൽ പ്രോബ്ലംസിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. കുട്ടി കഴിഞ്ഞാൽ അടുത്തത് ആരാന്ന് വെച്ചാൽ ടീച്ചറാണ് പിന്നെ ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റിൽ വേണ്ടത്. പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു ടീച്ചറായിരിക്കണം. ഇപ്പോൾ ഇംഗ്ലീഷിലെ ഒരു ടീച്ചറാണെങ്കിൽ ഇംഗ്ലീഷിൽ ഭയങ്കര കോമ്പീറ്റൻ്റ് ആയിട്ടുള്ളൊരു ടീച്ചറായിരിക്കണം. ആ സ്റ്റുഡൻറ്റിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം, അതായത് എംപത്തറ്റിക് ആയിരിക്കണം. പിന്നെ ഒരു കാര്യം, അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് അഡോപ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിവുണ്ടായിരിക്കണം. ഇപ്പോൾ ഒരുപാട് ഇംഗ്ലീഷ് അറിയാത്തൊരു കുട്ടികളെ നമ്മൾ ഫുൾ ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്താൽ അവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പതുക്കെ മലയാളത്തിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നെ പതുക്കെ നമ്മുടെ സ്റ്റാൻഡേർഡ് കൂട്ടി വന്നാലും കുഴപ്പമില്ല. കുട്ടികൾക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഹയർ ലെവലിൽ നിന്ന് തുടങ്ങി നമ്മുടെ കോമ്പിറ്റൻസി അവരുടെ മുന്നിൽ കാണിച്ചാൽ നമ്മുടെ ആ എഫേർട്ടും പിന്നെ അവർക്ക് അതിൽ നിന്ന് ഒരു ചേഞ്ചും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് സ്കൂൾ ആക്ടിവിറ്റീസ് എല്ലാം ഓർഗനൈസ് ചെയ്യാനും ഈ പേപ്പേഴ്സ് നോക്കാനും എല്ലാം തന്നെ ടീച്ചേഴ്സിനെ ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ടീച്ചേഴ്സിന് ഭയങ്കരമായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും, എങ്കിൽ മാത്രമേ കുട്ടികളുടെ പ്രോബ്ലംസിനെ അവർക്ക് മാറ്റാൻ പറ്റും. ഇനി മൂന്നാമത് പറയുന്ന ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ലേണേഴ്സിന് ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കുട്ടികൾക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരുപാട് സൈക്കോളജിക്കൽ ടെസ്റ്റൊക്കെ ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്. ബ്രൈറ്റ്, ഡൾ, നോർമൽ, ഇങ്ങനെ 3 കാറ്റഗറി ഉണ്ടല്ലോ. അതിലേത് കാറ്റഗറിയാണ് കുട്ടികൾ വരുന്നത് എന്നുള്ളത്, ഏത് കാറ്റഗറിയിലാണ് ഈ പിള്ളേർ പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായി ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് ഉണ്ട്. പിന്നെ അതല്ലാതെ ഒരുപാട് സെൻസറി മോട്ടോർ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ മെമ്മറി, അറ്റൻഷൻ, മോട്ടോർ ഫങ്ഷനിങ്, കോൺസെപ്ച്വൽ മോട്ടോർ സ്കിൽസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ലേണറിനെയും പിന്നെ അവൻ്റെ സൈക്കോളജിക്കൽ ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിൽ അവൻ്റെ ലേണിംഗ് എക്സ്പീരിയൻസിനെ നമുക്ക് എങ്ങനെ ഇനി കൂട്ടണം, എങ്ങനെ കൂട്ടിയാൽ അവന് ലേണിംഗ് എക്സ്പീരിയൻസ് കുറച്ചുകൂടി കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 4ാമത് നടക്കുന്നത് ലേണിംഗ് പ്രോസസ്സാണ്. ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ വേറൊരു കോൺട്രിബ്യൂഷനാണ്. തോൺടൈഡ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ആണ് എഡ്യൂക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് എഡ്യൂക്കേഷണൽ പ്രോസസ്സ് എന്ന് പറഞ്ഞത്. അതിന് ഒരുപാട് കോൺട്രിബ്യൂഷനും ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ലോസ് ഓഫ് ലേണിംഗ് ശരിക്കും ലേണിംഗ് പ്രോസസ്സിനെ ഒന്നും കൂടി എളുപ്പമാക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഹ്യൂമൻ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സിനെ ഇമ്പ്രൂവ് ചെയ്ത ഹ്യൂമൻ ലേണിംഗ് ഒന്നും കൂടി നല്ല രീതിയിൽ നടക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ഇതിനെക്കുറിച്ചൊരു റിസർച്ചൊക്കെ നടത്തി ഒരു ഡോക്ടറൽ ഡെസർട്ടേഷനൊക്കെ ഉണ്ടാക്കി അതിനകത്ത് ഒരുപാട് ലോസ് ഓഫ് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു. സ്റ്റഡീസ് ഓൺ ദ എഫക്റ്റ് ഓഫ് റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ്, മോട്ടിവേഷൻ, അറ്റൻഷൻ, റീസണിങ്. ഇപ്പം ലേണിംഗ് പ്രോസസ്സിൽ വളരെ സഹായിക്കുന്ന കാര്യങ്ങളാണ് റിവാർഡ് ചെയ്യുക, നല്ല ചെയ്താൽ റിവാർഡ് ചെയ്യുക, അപ്രിഷ്യേറ്റ് ചെയ്യുക, മോശമാണ് ചെയ്യുന്നതെങ്കിൽ പണിഷ് ചെയ്യുക, കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക, അറ്റൻഷൻ കൊടുക്കുക, റീസണിങ് കൊടുക്കുക. പിന്നെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അത് ആക്ച്വലി തോൺടൈഡ് അന്ന് പറഞ്ഞാണ്, 1990s പറഞ്ഞതാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് കുട്ടികളെ അടിക്കാൻ പാടില്ല, അവരെ വഴക്ക് പറയാൻ പാടില്ല, ഇനി കുറേ ലിമിറ്റേഷൻ അധ്യാപകർക്കുണ്ട്.
ബാക്കിയെല്ലാം നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. പണിഷ്മെൻറ്റ് മാത്രം ഇവിടെ നമ്മൾ എറേസ് ചെയ്യുന്നു. അത് ആ കാലത്ത് എന്താ പറയുക, പണിഷ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല. ഇനി ലേണിംഗ് എൻവിയോൺമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അതും ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കാൻ നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാഹചര്യം കൊടുക്കണം. നല്ലൊരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ, ഗ്രൂപ്പ് ഡൈനാമിക്, ഗൈഡൻസ്, കൗൺസിലിംഗ്, ഇതെല്ലാം ഉണ്ടെങ്കിലേ നമ്മൾ കറക്റ്റായിട്ടൊരു കുട്ടിക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ സഹായത്തോടു കൂടി ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്കൂളിലും ഇപ്പോൾ അങ്ങനൊരു കൗൺസിലുണ്ട്, അങ്ങനൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. 1899 ആദ്യമായിട്ട് ഇങ്ങനൊരു സംഗതി വന്നത്. ആദ്യമായിട്ട് ഉള്ള സൈക്കോളജിക്കൽ ക്ലിനിക്ക് എക്സ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് ചിക്കാഗോയിലാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത്, അപ്പോൾ ആ 5 ഹെഡ്സും കഴിഞ്ഞു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എഡ്യൂക്കേഷനെ സംബന്ധിച്ച്. അപ്പോൾ ലേണറിൻ്റെ നീഡ്സും അവരുടെ ഏരിയാസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റും ഇവാലുവേഷനും റെമഡിയൽ മെത്തേഡ്സും എല്ലാം നമുക്ക് ഈ ഒരു സംഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇങ്ങനെയാണ് നമുക്ക് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി കൺക്ലൂഡ് ചെയ്യാൻ കഴിയുന്നത്. ഇനി നമ്മൾ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലിമിറ്റ്സ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ലിമിറ്റ്സാണ് അടുത്തത് പറയുന്നത്. ഇപ്പോൾ സൈക്കോളജിസ്റ്റുകൾ, തോണ്ടയുടെ പോലുള്ള സൈക്കോളജിസ്റ്റുകൾ ലബോറട്ടറിയിൽ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി. പക്ഷേ അവർ ചെയ്ത എക്സ്പെരിമെൻറ്റ്സ് എല്ലാം മൃഗങ്ങളെ വെച്ചുകൊണ്ടാണ്. ഇപ്പം നമ്മൾ റാബിറ്റിനെ അല്ലെങ്കിൽ ഡോഗിനെ, മങ്കീസിനെ ഒക്കെ വെച്ചിട്ടാണ് ആദ്യകാലത്ത് എക്സ്പെരിമെൻറ്റ്സ് ചെയ്തുകൊണ്ടിരുന്നത് ഹ്യൂമൻ ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ കുട്ടികളുടെ ഹ്യൂമൻ ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടി ഈ മൃഗങ്ങളെ കൊണ്ട് എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട് കാര്യമുണ്ടോ? അതാണ് ആദ്യത്തെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ലിമിറ്റേഷൻ. മറ്റൊരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് എല്ലാം ഭയങ്കര കോംപ്ലെക്സ് ആണ്. ഇപ്പോൾ ജനറൽ വളരെ സിമ്പിളാണ്, പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ഭയങ്കര കോംപ്ലെക്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനറൽ സൈക്കോളജി ഇസ് എ കോംപ്ലെക്സ് ആൻഡ് ഡിഫിക്കൽട്ട് ടോപ്പിക്. ജനറൽ സൈക്കോളജി തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജനറൽ സൈക്കോളജിയിൽ നിന്നാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലേക്ക് പ്രിൻസിപ്പിൾസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻ അനുസരിച്ച് ഇത് അപ്ലൈ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. കുറേ കാറ്റഗറി ഓഫ് ആൾക്കാരെ വെച്ചിട്ടാണ് ജനറൽ സൈക്കോളജിയിൽ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കുന്നത്. ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ ലേണറാണ്, അവരുടെ പ്രായം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് അവർക്ക് സ്യൂട്ടബിൾ ആകുന്ന രീതിയിൽ അതിലെ പ്രിൻസിപ്പിൾസ് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഫാക്ടറാണ്. പിന്നെ ഈ സൈക്കോളജിയുടെ ലോസ് എന്ന് പറയുന്നത് ഫിക്സ്ഡും അല്ല, പ്രിസൈസും അല്ല. അതിന് മാറ്റങ്ങൾ വേണമെങ്കിൽ വരാം. പിന്നെ അതിനൊരു വ്യക്തതയില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളും എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒരു പുതിയ സബ്ജക്റ്റ് തന്നെയാണ്. ഇറ്റ്സ് എ ന്യൂ സബ്ജക്റ്റ്. ഇനിയും ഡെവലപ്മെൻറ്റ് അതിൽ ആവശ്യമുണ്ട്. കാരണം ക്ലാസ് റൂമിൻ്റെയും കുട്ടികളുടെയും ഒക്കെ ഒരു സ്വഭാവം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഇനിയും ഫർദർ ഒരുപാട് ഡെവലപ്മെൻറ്റ് വേണം എന്നുള്ളതാണ് ഇതിൽ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്.